യം ശൈവാസമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപദവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാന തിമിരാരുണഃ. ഹരി ഹരി ഓം തത്സത്. ജയ ഗുരു. നമുക്ക് എല്ലാവർക്കും കൂടി പതിവ് പോലെ കൂടുതൽ ഉച്ചത്തിൽ ആ 3 തവണ കൂട്ടായി ഓങ്കാരം ജപിക്കുക, ഒരു തപോനുഷ്ഠാനം എന്ന നിലയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് അതിനൊപ്പം വികസിതമായി ഭൂഗോളം മുഴുവനും വ്യാപിച്ച് എല്ലാവർക്കും സന്തോഷവും നന്മയും ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കൂ. ഹരിഹി ഹരിഹി ഹരിഹി. ഓ ഹരി ഹരി ഓം തത്സത്. ജയ. നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കണുണ്ടോ? കൈയൊന്ന് പൊന്തിക്കൂ കേൾക്കുന്നവരെ. ഓക്കെ. ഈ ശ്ലോകം എല്ലാവരും പറയാം. തദാ ബന്ധോ യഥാ ചിത്തം ന വാഞ്ചതി ന ശോചതി ന മുഞ്ചതി ന ഗൃഹാതി ന ഹൃഷ്യതി ന കുപ്യതി തദാ മുക്തിർയദാ ചിത്തം ന വാഞ്ചതി ന ശോചതി ന മുഞ്ചതി ന ഗൃഹാതി ന ഹൃഷ്യതി ന കുപ്യതി. തദാ ബന്ധോ യദാ ചിത്തം കിഞ്ചിദ്വാഞ്ചതി ശോചതി കിഞ്ചിന്മുഞ്ചതി ഗൃഹാതി കിഞ്ചിത് ഹൃഷ്യതി കുപ്യതി.
ഇന്നലെ നമ്മൾ ഈ ശ്ലോകത്തിനെ പറ്റി സംസാരിക്കുകയുണ്ടായി. ഇതെന്താ വാസ്തവത്തിൽ എന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സിൻ്റെ വ്യാപ്തി ഒരു ഭാഗത്ത്, അതിൻ്റെ ആഴം, അതിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ ഔന്നത്യം, ഉത്തുംഗത, മനസ്സിനെ വേണ്ടതുപോലെ വളർത്തിയെടുത്ത് അതിനെ ഒരു നിധിയാക്കി തീർത്താൽ നമുക്ക് വരാവുന്നത് എന്താണെന്നുള്ളതാണ് ഇതിൽ സദാ പ്രവചിക്കുന്നത്, പ്രതിപാദിക്കുന്നത്. നിങ്ങളെല്ലാവരും വിചാരിക്കും ഈ ലോകത്തെ നമുക്ക് ആശ്രയിക്കാതെ പറ്റില്ല, ഇതിലുള്ള പല വസ്തുക്കളുമാണ് നമുക്ക് സന്തോഷ സൗഭാഗ്യങ്ങൾ അരുളുന്നത് എന്ന്. എന്നാൽ അങ്ങനെയല്ല. ഈ ലോകമുണ്ടെന്ന് കാണിച്ചു തരുന്നത് പോലും നിങ്ങളുടെ മനസ്സാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, ആ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ മനസ്സ് വേണം. ഇന്ദ്രിയങ്ങൾ ജഡങ്ങളാണ്, അവയ്ക്ക് പ്രവർത്തിക്കാനുള്ള ശക്തിയില്ല, ഒന്നിനുമില്ല. അവയെ സജീവമാക്കി തീർക്കുന്നതും ഓരോ കാര്യത്തിൽ പ്രവർത്തിപ്പിക്കുന്നതും മനസ്സാണ്. നിങ്ങൾ കിടന്ന് ഉറങ്ങുമ്പോൾ ചില കുടുംബങ്ങളിലൊക്കെ ചില അപൂർവ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അയൽവക്കത്തെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു മധുരപലഹാരമോ എന്തെങ്കിലും ചിലപ്പോൾ കൊണ്ടുവരും. വരുമ്പോൾ നേരം വൈകിട്ടുണ്ടാവും. രാത്രി 7 മണിയോ 6:30 മണിയോ 8 മണിയോ ഒക്കെ ആയി എന്ന് വയ്ക്കുക. അപ്പോൾ ചില കുട്ടികളൊക്കെ കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങുമ്പോൾ അമ്മമാർക്കത് കയ്യിൽ കിട്ടിയാൽ ആ കുട്ടിക്ക് കൊടുക്കാതെ കഴിക്കാൻ തോന്നില്ല. പതുക്കെ ആ കുട്ടിയുടെ വായ തുറന്ന് ആ മധുരങ്ങൾ ഇട്ട് കൊടുക്കും. ആ കുട്ടി അത് വിഴുങ്ങുകയും ചെയ്യും. പിറ്റേ ദിവസം കാലത്ത് എണീറ്റ് നിനക്ക് മധുരം തന്നത് ഓർമ്മയുണ്ടോ മോനെ ചോദിച്ചാൽ മകൻ്റെ മറുപടി എന്തായിരിക്കും? എനിക്കൊന്നും അറിയില്ല, ഞാൻ ഉറങ്ങിയതേ അറിയുള്ളൂ എന്ന് പറയും. ഉറങ്ങുന്ന ഒരാളുടെ കണ്ണ് മെല്ലെ തുറന്ന് ഒരു പൂച്ചണ്ട് കാണിച്ചു കൊടുത്തുവെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് പൂച്ചണ്ട് എടുത്ത് മാറ്റി കണ്ണ് മൂടുകയും ചെയ്തു. അങ്ങനെ വന്നാൽ പിറ്റേ ദിവസം ചോദിച്ചാൽ ആ ആൾ എന്ത് പറയും? ഞാൻ പൂച്ചണ്ട് കാണിച്ചു തന്നത് കണ്ടു എന്ന് പറയോ ആ ആള്? ഞാൻ കണ്ടില്ല എന്ന് പറയോ? അപ്പോൾ ഈ കണ്ണുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പൊതുവെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ശക്തിയും കഴിവും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമായോ? അപ്പം മനസ്സ് പ്രവർത്തിപ്പിച്ചാലേ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ലോകവസ്തുക്കളുടെ എന്തെങ്കിലും ഒരു പ്രതിച്ഛായ നമ്മുടെ ഉള്ളിൽ പതിപ്പിക്കണമെങ്കിൽ അതിന് മനസ്സ് തന്നെ പുറപ്പെട്ട് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിച്ച് ഇന്ദ്രിയങ്ങൾ മുഖേന മനസ്സെടുക്കുന്നതാണ് ഈ പ്രതിച്ഛായ. ഇന്ദ്രിയങ്ങളായി ഒരു പ്രതിച്ഛായം എടുക്കുന്നില്ല എന്ന് ഈ സദസ്സ് സമ്മതിക്കുന്നുണ്ടോ ഇല്ലേ? എന്തു പറയണു? ഉണ്ടെങ്കിൽ കൈ പൊന്തിക്കും. ഒന്ന് നല്ല പോലെ മനസ്സിലാക്കുമപ്പോൾ അത് ഇന്ദ്രിയങ്ങളാണ് എന്നുള്ള ധാരണ അത് തെറ്റാണെന്ന് തെളിയിപ്പിക്കുന്നതാണ് തത്വവിചാരം. തത്വവിചാരത്തിലെ അടിമുടി പ്രവർത്തിക്കുന്നത് നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സുമാണ്. ഇന്ദ്രിയങ്ങളെ പ്രവർത്തിക്കുന്നത് പോലും ബുദ്ധിയും മനസ്സുമാണ്. മനസ്സില്ലാതെ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ഇനി ഇന്ദ്രിയങ്ങളില്ലാതെ മനസ്സിന് പ്രവർത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും എന്നുള്ളതിന് തെളിവാണ് നമ്മുടെ സ്വപ്നം. അവിടെ ശരീരവും ഇന്ദ്രിയങ്ങളും തീരെ നിശ്ചലമായി കിടന്നുറങ്ങുന്നു. ആ ഉറങ്ങുന്ന സമയത്താണ് നമുക്ക് സ്വപ്നമുണ്ടാവുന്നത്. അപ്പോൾ ആ സ്വപ്നം എന്ന് പറയുന്ന പ്രക്രിയയിൽ ശരീരമോ ശരീരാംഗങ്ങളോ ഇന്ദ്രിയങ്ങളോ പ്രവർത്തിക്കുന്നില്ല. മനസ്സ് തന്നെയാണ് ആ ലോകത്തിന് മുഴുവൻ ഉണ്ടാക്കുന്നത്. ആ സൃഷ്ടിക്കൊരു ഈശ്വരന് ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുക. മനസ്സാണ് ആ ഈശ്വരനെ രചിക്കുന്നത്. ആ ഈശ്വരൻ മൂലം സ്വപ്നപ്രപഞ്ചം രചിക്കുന്നു. അപ്പോൾ ഈ മനസ്സിൻ്റെ സമഗ്രതയും അതിൻ്റെ സർവശക്തിയും എൻ്റെ സദസ്യരെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ തീരൂ. അതെങ്ങനെ മനസ്സിലാകും? ഇങ്ങനെയുള്ള തത്വവിചാരത്തിലൂടെ മനസ്സിലാവുള്ളൂ. ഇത് മനസ്സിലാക്കാനായി നമുക്കൊരു കണ്ണില്ല, മൂക്കില്ല, കാതില്ല, ഒരു ഇന്ദ്രിയവുമില്ല. ആ ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്ക് കാണുന്നതും കാണിച്ചു തരുന്നതുമാണ്. കഠോപനിഷത്തിൽ യമധർമ്മരാജാവ് ആ കുട്ടിയെ പറഞ്ഞു ധരിപ്പിക്കുന്നു. എന്ത്? പരാഞ്ചിഖാനി വ്യതൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതിനാം ധരാത്മൻ. നമ്മൾ ജനിച്ച സമയത്ത് സ്വയംഭൂവായിരിക്കുന്ന ബ്രഹ്മാവ് പരാഞ്ചി ഖാനി വ്യതൃണത്, ബഹിർമുഖമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെയാണ് രചിച്ച് ശരീരത്തിൽ ഒട്ടിവെച്ചിരിക്കുന്നത്.
നമ്മുടെ ഈ ശരീരം ഇന്ദ്രിയങ്ങൾക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആധാരമാണ്, ഒരു സങ്കേതമാണ്. ഇവിടെ ശരീരമല്ല പ്രവർത്തിക്കുന്നത്, ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന 5 കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന 5 എല്ലാം കൂടി 10 ഇന്ദ്രിയങ്ങൾക്ക് തങ്ങാനായിട്ടുള്ള ഒരു പാർപ്പിടം, ഒരു സങ്കേതം മാത്രമാണ് ശരീരം. ആ ശരീരത്തിനെ നിലനിർത്താനാണ് ഭക്ഷണപ്രക്രിയ, ശ്വാസപ്രക്രിയ, ഹൃദയമടിക്കുന്ന പ്രക്രിയ, രക്തസഞ്ചാരം, ഇതെല്ലാം ശരീരത്തിൽ നടക്കുന്നത് ഈ 10 ഇന്ദ്രിയങ്ങൾ, അതിൽ നിൽക്കുന്ന ഇന്ദ്രിയങ്ങളെ പ്രവർത്തനക്ഷമമാക്കാൻ മാത്രം വേണ്ടിയാണ്. ഈ ശരീരമടക്കം ഇന്ദ്രിയങ്ങളടക്കം സജീവമായിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിലുള്ള ചേതനാവിശേഷത്തിൻ്റെ പ്രഭാവത്താൽ മാത്രമാണ് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കൂ. അതാണ് നമുക്ക് അഷ്ടാവക്ര സംഹിതയെ വെച്ചുകൊണ്ട് മനസ്സിലാക്കാനുള്ളത്. ഇത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയായില്ല, സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസസ്തു പരാ ബുദ്ധിഃ യോ ബുദ്ധേഃ പരതസ്തു സഹ. ഭഗവത്ഗീതയിൽ നടക്കുന്നത് നമ്മുടെ മനുഷ്യ വ്യക്തിത്വത്തെ സമഗ്രമായി അതിസൂക്ഷ്മമായി അപഗ്രഥനം ചെയ്യുന്നുണ്ട്. ആ അപഗ്രഥനത്തിൽ അദ്ദേഹം പറയുകയാണ്, മനുഷ്യ വ്യക്തിത്വം ലോകത്തേക്കാൾ മികച്ചതാണ്, 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 മികച്ചതാണ്. ആ മികവ് എവിടുന്ന് തുടങ്ങുന്നു? ഇന്ദ്രിയങ്ങളിൽ നിന്ന് തുടങ്ങുന്നു. ഇന്ദ്രിയാണി പരാണ്യാഹു. ഈ ലോകത്തെ നോക്കിക്കണ്ട് ഗ്രഹിപ്പിക്കുന്നതായ ഇന്ദ്രിയങ്ങൾ ഈ ലോക വസ്തുക്കളേക്കാൾ മികച്ചതാണ്. ലോകം നമ്മളെ കണ്ട് നമ്മളെ പറ്റി ഒരു വിവരണം ഒരാളോടും പറയുന്നില്ല, കൊടുക്കുന്നില്ല. പാഞ്ചഭൗതികമായിരിക്കുന്ന പ്രപഞ്ചവും പ്രപഞ്ച വസ്തുക്കളും ജഡമാണപ്പാ, നിശ്ചേതനമാണത്. ആ നിശ്ചേതന വസ്തുക്കൾക്ക് ഗ്രഹിക്കാനോ തൊടാനോ അറിയാനോ ഉണരാനോ ഒന്നും പറ്റില്ല. അപ്പം ആ ജഡവസ്തുക്കളായിരിക്കുന്ന ലോകം, ആ ലോകത്തേക്കാൾ മികച്ചതാണ് ഈ വസ്തുക്കളെ കാണിച്ചു തരുന്ന ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയാണി പരാണ്യാഹു. ഈ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന മനസ്സാണ് ഇന്ദ്രിയങ്ങളെക്കാൾ മികച്ചത്. ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യഃ പരം മനഃ. ഇന്ദ്രിയങ്ങളെക്കാൾ മികച്ചതാണ് മനസ്സ്. മനസസ്തു പരാ ബുദ്ധി. മനസ്സിനേക്കാൾ മികച്ചതാണ് ബുദ്ധി. യോ ബുദ്ധേഃ പരതസ്തു സഹ. ഈ ബുദ്ധിയേക്കാൾ മികച്ചതാണ് നമ്മൾ ഞാൻ എന്ന് പറയുന്ന ആ ഉൾപ്പൊരുൾ. നിങ്ങളുടെ വ്യക്തിത്വം ഇന്ദ്രിയങ്ങളാണ് അതിൻ്റെ അറ്റത്തുള്ളത്. ആ ഇന്ദ്രിയങ്ങളിൽ നിന്ന് തുടങ്ങി മനസ്സ് ബുദ്ധിയെ ഉൾപ്പെടുത്തി അവസാനം ബുദ്ധിയേക്കാൾ മെച്ചപ്പെട്ടത് മികച്ചതായ ഞാൻ എന്ന് പറയുന്ന ഉൾസത്തി ഉണ്ടല്ലോ, ഇതെല്ലാം തന്നെ ലോകത്തേക്കാൾ മികച്ചതല്ലേ? നിങ്ങൾ പറയൂ, നിങ്ങൾ ലോകത്തേക്കാൾ താഴെയോ അതോ ലോകത്തിനേക്കാൾ മീതെയോ? ഒന്ന് പറയണപ്പ. എന്നിട്ട് ഇന്നലെ നീ എന്ന് പറഞ്ഞിട്ട് ഈ നടക്കണത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല, അമ്മാമ എന്നെ തല്ലണ്ട, ഞാൻ നേരെയാവില്ല. എന്താ ഇതിനർത്ഥം? ബുദ്ധിയില്ലേ മനുഷ്യന്? ശാസ്ത്രജ്ഞന്മാരല്ലേ ലോകത്തെ നയിക്കുന്നത്? നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നുഴഞ്ഞിറങ്ങി അതിലുള്ള പ്രഭാവം പുറത്തേക്കെടുക്കാൻ നിങ്ങൾക്കൊരു ശാസ്ത്രജ്ഞതയും ആവശ്യമില്ല. സാധാരണയുള്ള പഠിപ്പും ബുദ്ധിയെ വിനിയോഗിക്കാനുള്ള ശക്തിയും കുശലതയും മാത്രമേ നമുക്ക് വേണ്ടൂ. അപ്പം ഈ ലോകം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ട് ഭ്രമിക്കേണ്ടതില്ല. ഈ ലോകത്തിനെ ലോകമാക്കി തീർക്കുന്നത്, ഈ ലോകത്തിനെ കാണിച്ചു തരുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ഈ ഇന്ദ്രിയങ്ങളെ ഗർഭകോശത്തിൽ രൂപപ്പെടുത്തിയതിന് ഈ കാണുന്ന ലോകത്തിന് കുലബന്ധം പോലുമില്ല. അമ്മയുടെ ശരീരത്തിൽ നിന്നുള്ള രക്തം ഭക്ഷണം എന്നുള്ള നിലയ്ക്ക് ആ ഫീറ്റസ്, ആ ഭ്രൂണമുണ്ടല്ലോ, ആ ഭ്രൂണം എടുക്കുന്നതൊഴികെ അതിന് യാതൊരു ബന്ധവുമില്ല ഈ ലോകമായി. ആ ഭ്രൂണമാണ് സ്വന്തമായി തലച്ചോറുണ്ടാക്കി കണ്ണുകളും മൂക്കുകളും ചെവികളും നാവും എല്ലാം ഉണ്ടാക്കിയത്. അത് സ്വന്തമായിട്ടാണ്. അതിനൊരു പരസഹായം അവിടെ ഉണ്ടായിട്ടില്ല. അതിനെ വളർത്തുന്ന അമ്മയ്ക്ക് എന്താ അകത്ത് നടക്കണതെന്ന് പാവം അറിയില്ല, അച്ഛനും അറിയില്ല. I would like you to understand this proposition, reflecting upon it assiduously, very tenaciously reflect upon this proposition. The fetus that has entered the womb
or that has taken shape in the womb, which has shaped the entire body along with the 5 or 10 senses, has done this task independently without any kind of an assistance from anything whatsoever. It has not taken a speck of matter from the world, nothing at all, nothing from the earth, nothing from the water, nothing from the air, and nothing from the fire and the space. It is such a beautiful handiwork of what you call the fetus within the mother's womb. It is with those senses that you are perceiving the world and categorizing the world objects as this, that, and still that. ഈ ഇന്ദ്രിയങ്ങളെ രൂപപ്പെടുത്തിയത് ബാഹ്യമായിരിക്കുന്ന ഒരു ഘടകവുമല്ല. സൂര്യനല്ല, ചന്ദ്രനല്ല, ഭൂമിയല്ല, ഒരു സാധനവും അതിനെ ഷേപ്പ് ചെയ്തിട്ടില്ല. അത് സ്വന്തമായിട്ട് ഒരു സെല്ല് 2ആയി, 2 4ആയി, 4 16ആയി, അങ്ങനെ വളർന്ന് വളർന്ന് വന്ന് ഇവിടെ വന്നാൽ ഇത് കണ്ണ്, ഇവിടെ വന്നാൽ ഇത് മൂക്ക്, ഇതിൻ്റെ ഉള്ളിൽ നാവ്, അപ്പുറത്ത് തലച്ചോറ്, ഇങ്ങനെ തന്നെത്താനെ ഷേപ്പ് ചെയ്ത് വന്നിരിക്കുക. നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങളുടെ വ്യക്തിത്വത്തെ പറ്റി? ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒരു രഹസ്യം മനുഷ്യനെ ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ, വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ, അത് തൻ്റെ തന്നെ സ്വന്തം വ്യക്തിത്വമാണെന്ന് മനസ്സിലാക്കൂ കൂട്ടരെ, ബുദ്ധി ഉപയോഗിച്ച്. എത്ര നാളായി പഠിക്കണു, ഓടണു, ചാടണു, എത്ര പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു? അവനവൻ്റെ ഉള്ളിലുള്ള ആ തലച്ചോറിനെ പറ്റിയോ, മനസ്സിനെ പറ്റിയോ, ബുദ്ധിയെ പറ്റിയോ, ബുദ്ധിക്കും അപ്പുറത്തുള്ള ജ്ഞാനെക്കുറിച്ചോ ചിന്തിക്കാൻ നമുക്ക് സമയമില്ലത്രേ. പിന്നെ എന്തിനാ നിങ്ങളുടെ സമയം? ഈ ലോകത്തിൽ ദാസന്മാരോ അടിമകളോ ആയി ജീവിക്കേണ്ടവരല്ല ഒരൊറ്റ മനുഷ്യനും. ഈ ലോകം നമ്മുടെ കീഴിൽ വാഴട്ടെ. ഈ ഭൂമി നശിച്ചിട്ടുണ്ടെങ്കിൽ, അത് കേടുവന്ന് പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യഹസ്തങ്ങളിൽ മാത്രമാണ്. സമാന്തരമായിട്ടുള്ള ഒരു ലോകമാണ് ഭൂമിയുടെ 4 ഇരട്ടിയോ 3 ഇരട്ടിയോ ഉള്ളതാണ് കടല്. ആ കടലിൻ്റെ ഉള്ളിലുമുണ്ട് ഇതേമാതിരി ഒരു ലോകം. അതിലുമുണ്ട് മരം, വൃക്ഷം. അതിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന വൃക്ഷം മുകളിൽ വരെ പൊന്തിക്കിടക്കുന്നതാണ്. ഇവിടെയുള്ള വൃക്ഷങ്ങളെക്കാൾ എത്രയോ ഉയരം കൂടിയതാണ്, വണ്ണമില്ലെന്ന് മാത്രമേ ഉള്ളൂ. എത്രയെത്ര ജീവജാലങ്ങളാണ് കടലിൻ്റെ ഉള്ളിൽ. ഇവിടെ കാറ്റാണ് അന്തരീക്ഷമെങ്കിൽ അവിടെ ജലമാണ് അന്തരീക്ഷം. ഒരു വെയിൽ എന്ന് പറയുന്ന ആ വിശേഷപ്പെട്ട മത്സ്യമുണ്ടല്ലോ, അതിൻ്റെ തൂക്കം എത്രയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചേ? ഞാനിപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റായി പോവും. അതിൻ്റെ കുട്ടി ഒരു ദിവസം എത്രയാ? 56 560 ലിറ്റർ പാലാണിത് കുടിക്കുന്നത്. ആനയെക്കാളിലൊക്കെ വലിപ്പമുള്ളതാണ്, മീറ്റർ കണക്കിന് നീളമാണ് ഒരു വെയിൽ എന്ന് പറയുന്ന ആ തിമിംഗലത്തിന്. ആ തിമിംഗലത്തിൽ ആ കടലിൽ ഒരു നശിപ്പ് തന്നിട്ടില്ല. മനുഷ്യൻ, നൊട്ടോറിയസ് ആയിരിക്കുന്ന ഈ ഹ്യൂമൻ ബീയിങ് അധിവസിക്കുന്ന ഭൂമിയെ മാത്രമേ നാം തൊരപ്പന മാതിരി തൊരങ്കം വയ്ക്കുന്നുള്ളൂ. ഇതിനെ നശിപ്പിക്കുന്നത് മനുഷ്യൻ്റെ തലച്ചോറാണ്. അങ്ങനെ ഭൂമിയെയോ പ്രകൃതി തന്നിട്ടുള്ള സമ്പത്തിനെയോ നശിപ്പിക്കാതെ 1ന് 2ആയി വർദ്ധിപ്പിച്ച് ഭൂമിക്ക് അലങ്കാരങ്ങൾ ചാർത്തി നമുക്ക് പിന്നിൽ വരാൻ പോകുന്ന തലമുറയ്ക്ക് സമ്മാനമായി കൊടുക്കേണ്ടവനാണ് മനുഷ്യൻ. അതിന് തൻ്റെ ബുദ്ധിവിശേഷത്തെ ഉപയോഗിക്കാതെ അതിനെ നശിപ്പിക്കാനും പാറയെ പൊളിക്കാനും ഭൂമിയെ തുറക്കാനും എല്ലാമായിട്ട് എന്തുമാത്രം കാട്ടിക്കൂട്ടണു നമ്മൾ. ഇന്നത്തെ പത്രത്തിൽ കണ്ടു, മണ്ണ് തുറന്ന് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത ഒരു ഭൂ ഉടമയെ ആ യന്ത്രം കൊണ്ട് തന്നെ കൊന്നു എന്നാണ് വർത്തമാനം. എന്താണ് സ്ഥിതി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നല്ല മനുഷ്യരാവണം നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നാം ഇവിടെ ജീവിക്കുന്നത് ഭൂമിയെ തുറക്കാനല്ല. നമുക്ക് ഭൂമിയിൽ നിന്ന് ഒരു സാധനവും നമുക്ക് ആവശ്യമില്ല. കഴിക്കാനുള്ള ഭക്ഷണം, ഉടുക്കാനുള്ള വസ്ത്രം, പാർപ്പിടമുണ്ടാക്കാനുള്ള എന്തെങ്കിലും ഭൗമ വസ്തുക്കളുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം നാം തൃപ്തിപ്പെടും. എനിക്ക് വേണ്ട സന്തോഷം, എനിക്ക് വേണ്ട സൗഭാഗ്യം, എനിക്ക് വേണ്ട സമൃദ്ധി, ഇതെല്ലാം ഞാൻ എൻ്റെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വൈഭവം കൊണ്ട് വളർത്തിയെടുത്തോളാം. ഈ ഒരു പ്രതിജ്ഞ നിങ്ങൾ എടുക്കുമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 18 കൊല്ലമായി ഭഗവത്ഗീത എടുത്ത് അവസാനിപ്പിച്ചോ? ഞാൻ ഇവിടെയുള്ള ഭക്തജനങ്ങളെ കൊണ്ട് ഒരു പ്രതിജ്ഞ എടുപ്പിച്ചു. അതേമാതിരി എനിക്ക് നിങ്ങളോടൊരു പ്രതിജ്ഞ ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഭൂമിക്ക് അലങ്കാരമായിട്ട് ഞാൻ ജീവിക്കും. എൻ്റെ കുട്ടികളെയും ഈ സന്ദേശം പഠിപ്പിക്കും. എനിക്ക് പരിചയമുള്ളവരുമായി ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കും.
ഇതിലാണ് എനിക്ക് ആഹ്ലാദം, ഇതിലാണ് എനിക്ക് സൗഭാഗ്യം, ഇതിലാണ് എനിക്ക് സാഫല്യം, ഇതിലാണ് എനിക്ക് എല്ലാ സമ്പദ് സമൃദ്ധികളും എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാവട്ടെ. ഈ സ്പിരിച്വാലിറ്റിയെ എല്ലാവരും വരണ്ട ഒരു വിഷയമാണ്, ആബ്സ്ട്രാക്റ്റാണ്. അതൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളുന്നവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ സ്പിരിച്വാലിറ്റിയാണ് ഈ ഭൂമാനന്ദ സ്വാമി നിങ്ങളോട് സംസാരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി ഗ്രഹിച്ച് അത് ജീവിതത്തിൽ വിനിയോഗിക്കുമ്പോൾ ഈ പ്രപഞ്ചം സമ്പദ് സമൃദ്ധമാകും. ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യനും ഈ ഭൂമിയെ നല്ലതാക്കുന്നവനാവും, നന്നാക്കുന്നവനാവും. ഇപ്പൊ നാം ചെയ്യുന്നത് അതല്ല. ലോകത്തെ ഭരിക്കുന്നത് ബുദ്ധിയും പണവുമാണ്. പണമില്ലാതെ ഒന്നും നടക്കില്ല. ബുദ്ധിയും അതുപോലെ വേണമെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ ബുദ്ധിയും പണവും, പണം കൊണ്ട് ബുദ്ധി ഉണ്ടാവില്ല, ബുദ്ധി കൊണ്ട് പണം ഉണ്ടാക്കാൻ സാധിക്കും. ഞാനും എന്നെ പോലെയുള്ളവരും പ്രതീക്ഷിക്കുന്നതും ഉറ്റുനോക്കുന്നതും ബുദ്ധി നമ്മുടെ ലോകജീവിതത്തെ നയിക്കണമെന്നാണ്. പണം അതിൻ്റെ പിന്നിലെ ചോട്ടിലേ നിൽക്കാൻ പാടുള്ളൂ. പണത്തിൻ്റെ മുകളിലല്ലേ മനുഷ്യരെ വെട്ടിക്കൊല്ലുന്നത്. എന്താണ് ഇതിനർത്ഥം? നമ്മുടെ എന്ത് സമ്പദ് വ്യവസ്ഥയും മനുഷ്യൻ്റെ ബുദ്ധിയെ ആശ്രയിച്ച് വളരുന്നതാണ്. നാം വിദ്യുച്ഛക്തിയുടെ കാര്യം പറയുന്നു. ഒരു ദിവസം ഞാൻ വായിച്ചു, കടലില് കാറ്റാടികൾ സ്ഥാപിക്കുമെങ്കിൽ, വിൻഡ് മിൽ സ്ഥാപിക്കണമെങ്കിൽ നമുക്ക് ഭൂമിക്ക് വേണ്ട വിദ്യുച്ഛക്തി മുഴുവൻ കിട്ടുമത്രേ. കരയിലാണ് കാറ്റ് പൊക്കമുള്ളയിടത്ത് വരുന്നു, താഴമുള്ളയിടത്ത് കിട്ടുന്നില്ല എന്ന്. അല്പം കടലിലേക്ക് പോയി നോക്കൂ, ഒരു 10-50 മൈൽ ദൂരത്ത് പോയാൽ എപ്പോഴും കാറ്റാണ്. അവിടെ എന്തുകൊണ്ട് നമുക്ക് വിൻഡ് മിൽ സ്ഥാപിച്ചുകൂടാ? ആ വിദ്യുച്ഛക്തി എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ? കാറ്റ് പ്രദാനം ചെയ്യുന്നതാണല്ലോ. അപ്പം കാറ്റ് തരുന്ന സമ്പത്തിനെ വേണ്ടതുപോലെ വിനിയോഗിക്കാനും കണ്ടുപിടിക്കാനും സാധിക്കാത്ത കുരുത്തക്കേടാണ് മനുഷ്യന്. നമുക്ക് എല്ലാ സമയത്തും വിദ്യുച്ഛക്തി കോള് കത്തിച്ചിട്ട് വേണം എന്നില്ല. ജലസേചന ജലത്തിലൂടെ വെള്ളപ്പൊക്കം തടസ്സപ്പെടുത്തിയിട്ട് വേണം എന്നില്ല. അതുമാതിരി അടുത്ത കാലത്ത് ഞങ്ങൾ 3ാമത്തെ ഭഗവത്ഗീത ഗ്ലോബൽ കൺവെൻഷൻ നടത്തി സിലിക്കൺ വാലിയിൽ. അവിടെ ഗൂഗിളിൽ നിന്ന് നമ്മുടെ നാട്ടുകാരനാണ് ഗോപി കല്ലായിൽ എന്ന് പറഞ്ഞ ഒരാൾ അതിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അവിടുത്തെ ഇവാഞ്ചലിസ്റ്റ് സംസാരക്കാരനാണത്രേ. അദ്ദേഹം വന്നു, ഗൂഗിളിനെ കുറിച്ച് സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു. ഗൂഗിൾ ചെയ്യുന്നതെല്ലാം തന്നെ മനുഷ്യരാശിക്ക് നല്ലതാണ്. ഞങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ ഒരു സർവീസോ ഇറക്കുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി ജനങ്ങൾക്ക് പ്രയോജനമാവണം എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മലയാളത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നിർത്തുന്നില്ല. ലോകത്തിലെല്ലാം കൂടി നോക്കിയാൽ കേരളത്തിൽ പോയിരുന്നവർ മാത്രമേ മലയാളം സംസാരിക്കുന്നുള്ളൂ. അത് 100 കോടിയൊന്നും വരില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 100 കോടി ജനങ്ങൾ വരില്ല. എന്നാലും മലയാളത്തിലുള്ള സേവനങ്ങൾ ഞങ്ങൾ നിർത്തുന്നില്ല, ജനസേവനമാണ്. അതുമാതിരി ഞങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്നെ നല്ലോണം ഒന്ന് നോക്കൂ നിങ്ങൾ. ഈ ഭൂമിയിൽ നിന്ന് കുറേ മേപ്പെട്ട് പോയി അവിടെ ഒരു വിൻഡ് മിൽ സ്ഥാപിച്ച് അവിടെ വിദ്യുച്ഛക്തി എടുത്ത് ആ വിദ്യുച്ഛക്തിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ആലോചിച്ചു. 2 കൊല്ലം മുമ്പ് ഞങ്ങളുടെ എഫർട്ട് സഫലമായി എന്ന് പറഞ്ഞ് ഒരു പ്ലെയിൻ മേപ്പെട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്തു. ടെലികാസ്റ്റ് സ്ക്രീനിലാണ് കാണിക്കണേ കേട്ടോ. ആ സ്ക്രീനിൽ ഇനി അത് പ്രാവർത്തികമാക്കി കമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടരെ, ഇങ്ങനെ പലതും നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ കുട്ടികൾ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമാകട്ടെ. ആ ബുദ്ധി ഭൂമിക്കും കാറ്റിനും വെള്ളത്തിനും ആകാശത്തിനും എല്ലാറ്റിനും ഒരു അലങ്കാരമാക്കി തീർക്കണം. നശീകരണ പ്രസ്ഥാനങ്ങൾ നമുക്ക് വേണ്ട. ഈ ശരീരത്തിനെ നശിപ്പിക്കുന്ന ഒരു പദാർത്ഥം നമ്മൾ ഉപയോഗിക്കരുത്. പുകയിലാണെങ്കിൽ പുകയില, കെമിക്കൽസ് ആണെങ്കിൽ കെമിക്കൽസ്. ചീത്ത ചെയ്യാനല്ല മനുഷ്യൻ, നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവനാണ് മനുഷ്യൻ. നന്മ എന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ചുമതല അമ്മിഞ്ഞ കുടിച്ച് വളരുന്ന ഏത് കുട്ടിക്കുമുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കണം, മനസ്സിലാക്കണം. മനുഷ്യനെ ഉദ്ബുദ്ധനാക്കുന്നതാണ് എല്ലാറ്റിനും പരിഹാരം. അറിവാണ് മനുഷ്യനെ ബാധിക്കുന്നതും സ്പർശിക്കുന്നതുമായ ഏറ്റവും മികച്ച സ്വാധീനം. I always say enlightenment is the greatest persuasion for the human at any point of time in civilization. Enlightenment.
അയാളെ പറഞ്ഞ് ധരിപ്പിക്കണം. നമ്മുടെ സ്കൂളിലും കോളേജിലുമുള്ള പാഠങ്ങൾ പരിഷ്കരിക്കേണ്ടി വരും. ശാശ്വതമായിരിക്കുന്ന മൂല്യങ്ങൾ എന്ത്? മനുഷ്യ വ്യക്തിത്വത്തെ വിശകലനം ചെയ്ത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്താണ് ഗ്രഹിക്കാനുള്ളത്, എന്താണ് ത്യജിക്കാനുള്ളത്? ഗ്രാഹ്യത്യാജ്യങ്ങളുടെ ഒരു പട്ടിക നമ്മളെ ഉദ്ബോധിപ്പിക്കണം. ഈ കാണുന്ന ശാശ്വത മൂല്യങ്ങൾക്ക് ഒരു കാലത്തും ഒരിക്കലും മാറ്റം വരില്ല. താത്കാലികമായിരിക്കുന്ന കാര്യങ്ങൾക്കാണ് മാറ്റം വരിക. കണ്ടംപററി ആയിട്ടുള്ള കാര്യങ്ങൾ എത്ര വേണമെങ്കിലും മാറ്റം വരാം. അതെന്ത് വേണമെങ്കിലും പഠിപ്പിച്ചോട്ടെ, എനിക്കൊരു ആക്ഷേപമില്ല. പക്ഷേ ശാശ്വത മൂല്യങ്ങൾ പഠിപ്പിക്കാതെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പ്രവേശിക്കുമരുത്, പുറത്തു വരുമരുത് എന്നേ ഈ ഭൂമാനന്ദ സ്വാമി നിർബന്ധിക്കുന്നുള്ളൂ. എപ്പോഴാണ് നിങ്ങളൊക്കെ ഇതൊക്കെ ചിന്തിക്കാൻ പോണത്? ഞാൻ ഇവിടെ കിടന്ന അധ്യാത്മം പറഞ്ഞതുകൊണ്ട് കാലണയ്ക്ക് പ്രയോജനമുണ്ടാവില്ല. ഞാൻ അറിയുന്ന അധ്യാത്മം മനുഷ്യ വ്യക്തിത്വത്തെ കൂടുതൽ കൂടുതൽ അപഗ്രഥിച്ച് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്ന അധ്യാത്മമേ എനിക്ക് അറിയുള്ളൂ. ഈ ലോകം എന്ന് പറയുന്ന ഘടന ഒരു സംഘാതമാണ്, അത് സങ്കീർണമാണ്. ആ സങ്കീർണ ലോകത്തെ അതിൻ്റെ കൊടുമ്പിരികൾ അഴിക്കുകയാണ് ഭഗവത്ഗീതയിൽ ചെയ്യുന്നത്. 7 അധ്യായം മുതൽ 12 അധ്യായം വരെ ഭഗവത്ഗീത ലോകഘടന എന്നുള്ളതിനെയാണ് പ്രതിപാദിക്കുന്നത്. അതേവരെ 6 അധ്യായങ്ങളിൽ പ്രതിപാദിച്ചത് മനസ്സിനെയും മനസ്സ് നമുക്ക് നൽകാവുന്ന മികച്ച നേട്ടങ്ങളെയും കുറിച്ചാണ് ധ്യാനമടക്കം. 13-ാം അധ്യായം മുതൽ 18 അധ്യായം വരെയുള്ള പ്രതിപാദനം എന്താ? മനുഷ്യൻ അറിയേണ്ട കാര്യങ്ങളെ പട്ടികയാക്കി ലിസ്റ്റാക്കി ഓരോന്നും പ്രതിപാദിക്കുക. 13-ാമത്തെ അധ്യായത്തിൽ കൃഷ്ണൻ 20 കൂട്ടം നന്മകളെയും മൂല്യങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇതെല്ലാം കൂടി ചേർന്നതാണ് ജ്ഞാനം, ഇതല്ലാത്തതൊക്കെ അജ്ഞാനം എന്ന് പറഞ്ഞ് തള്ളിയിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ആ 20 മൂല്യങ്ങളെ എടുത്ത് അപഗ്രഥിച്ചിട്ടുണ്ടോ? അമാനിത്വം, അദംഭിത്വം, അഹിംസ, ക്ഷാന്തിരാർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹ. അങ്ങനെ പോകണു 20 മൂല്യങ്ങൾ. എല്ലാം പട്ടികയായിട്ടാണ് പറയുന്നത്. എന്താണ് സത്വഗുണം, എന്താണ് രജോ ഗുണം, എന്താണ് തമോ ഗുണം, എന്താണ് ഗുണാതീതത്വം, എല്ലാം ഇങ്ങനെ ലക്ഷണങ്ങളോടുകൂടി പറുക്കി എടുത്തിരിക്കുക. സെർച്ച് ഇൻ ദ എൻറ്റയർ വേൾഡ്, യു വിൽ നോട്ട് ബി ഏബിൾ ടു ലൊക്കേറ്റ് എനി കൈൻഡ് ഓഫ് എൻ എക്സ്പോസിഷൻ ആസ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ഭഗവത്ഗീത അബൌട്ട് ദ സൈക്കോ ഇന്റലക്ച്വൽ പൊട്ടൻഷ്യൽസ്, പോസിബിലിറ്റീസ്, പ്രോപ്പർട്ടീസ് ഓഫ് ദ ഹ്യൂമൻ പേഴ്സണാലിറ്റി. ഒരു സൈക്കോളജിയിലും നിങ്ങൾക്ക് ഇങ്ങനെ കാണില്ല. സൈക്കോളജി എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രം എന്നാണ് അർത്ഥം. മനസ്സിൻ്റെ ശാസ്ത്രം എഴുതണമെങ്കിൽ മനസ്സിനെക്കുറിച്ച് മനസ്സിലാക്കണം. മനസ്സിൽ നിന്നാണ് പ്രപഞ്ചം ഉത്പത്തിയായത്. ഇതാണ് നമ്മുടെ ശാസ്ത്രം പറയണത്. മനസ്സില്ലെങ്കിൽ പ്രപഞ്ചമില്ല, മനസ്സില്ലെങ്കിൽ ശരീരമില്ല, മനസ്സില്ലെങ്കിൽ ഒന്നുമില്ല. അതാണല്ലോ വസിഷ്ഠൻ പറഞ്ഞു കൊടുത്തത്. സങ്കൽപ്പജാലകലനൈവ ജഗത് സമഗ്രം സങ്കൽപ്പജാലകലനാത്തു മനോവിലാസഃ. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഇവിടെ പഞ്ചഭൂതങ്ങളുണ്ട്. ആ പഞ്ചഭൂതങ്ങൾ ഇന്നതാണ്. ഭൂമി ഖരമാണ്, ജലം ദ്രവമാണ്, വായു വാതമാണ്, അഗ്നി ഊർജമാണ് എന്നിങ്ങനെ മുദ്രകുത്തി നമ്മെ പറഞ്ഞ് ധരിപ്പിക്കുന്നത് നമ്മുടെ കണ്ണോ അതോ മനസ്സോ? എന്താ ഒരു മിണ്ടാത്തെ? നമ്മുടെ മനസ്സിലാണ് സർവ്വത്തിൻ്റെയും താക്കോല് കിടക്കണതെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. നമ്മുടെ ദർശനശാസ്ത്രം എന്ന് പറഞ്ഞാൽ ജീവിതശാസ്ത്രം എന്നാണ് അർത്ഥം. നമ്മുടെ ജീവിതത്തിൻ്റെ ശാസ്ത്രമാണത്. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മഹിമയെ വെളിപ്പെടുത്തുന്നതാണത്. ഈ ലോകത്തിൻ്റെ ഘടനയെ ഉദ്ബോധിപ്പിക്കുന്നതാണത്. ജീവിതം മുഴുവനും സദാ മനുഷ്യൻ്റെ വ്യക്തിത്വവും ലോകദൃശ്യങ്ങളും തമ്മിലുള്ള സമ്പർക്കമാണ് ഈ ലോകജീവിതം മുഴുവനും. ഒരു ചെറിയ കുട്ടി കുഞ്ഞു കുഴഞ്ഞ് നടക്കാൻ പുറപ്പെടുന്നു, സംസാരിക്കാൻ പുറപ്പെടുന്നു, കേൾക്കാൻ പുറപ്പെടുന്നു. ഇതെല്ലാം തുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് മുതൽ ചാവുന്നത് വരെ നമുക്ക് ലോകസമ്പർക്കമാണ്. ആ ലോകസമ്പർക്കം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ 2 ഘടകം. ഒന്ന് നമ്മുടെ വ്യക്തിത്വം, രണ്ടാമത് ചുറ്റുമുള്ള ലോകം. ഇത് രണ്ടും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് നമ്മുടെ ജീവിതം. ഈ മൂന്നിനെയും കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ മുഴുവനുമെന്ന് ഈ സദസ്സ് മനസ്സിലാക്കിയാൽ എനിക്ക് കൃതാർത്ഥതയുള്ളൂ. എത്ര ഉറപ്പിച്ചു പറയുന്നു അഷ്ടാവക്ര മഹർഷി.
തദാ ബന്ധോ യഥാ ചിത്തം കിഞ്ചിത് വാഞ്ചതി ശോചതി. നിങ്ങൾക്ക് ബന്ധം ജനിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല, മരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ബന്ധം ഉണ്ടാകാൻ പോകുന്നില്ല. ജീവിതദശയിലാണ് ബന്ധം. ആ ബന്ധം രൂപപ്പെടുത്തുന്നതും നമ്മുടെ മനസ്സും ബുദ്ധിയുമാണ്. ഇതാ പറയുന്നു, തദാ ബന്ധോ, അപ്പോഴാണ് ബന്ധം, യഥാചിത്തം, എപ്പോഴാണോ മനസ്സ്, കിഞ്ചിത് വാഞ്ചതി ശോചതി, എന്തെങ്കിലും കുറച്ചെങ്കിലും ആഗ്രഹിച്ചു പോയാൽ ബന്ധമായി, കുറച്ചെങ്കിലും സങ്കടപ്പെട്ടാൽ ബന്ധമായി. ഈ ആഗ്രഹിക്കുന്നത് ആരാ? നമ്മുടെ മനസ്സ്. വിഷമിക്കുന്നതോ വേദനിക്കുന്നതോ ആർക്കാ? മനസ്സിന്. അപ്പം സർവബന്ധങ്ങളും ആശ്രയിച്ചിരിക്കുന്നതോ നിലനിൽക്കുന്നതോ നമ്മുടെ മനസ്ഥലത്തിലും മനഃകോശത്തിലുമാണ്. മനസ്സാണ് ബന്ധകർത്താവ്. മോക്ഷകർത്താവും അതേ മനസ്സ് തന്നെ. കിഞ്ചിത് മുഞ്ചതി ഗൃഹാതി, എന്തെങ്കിലും ചിലത് പിടിച്ചു ഗ്രഹിച്ചു തുടരണം എന്ന് തോന്നിയാൽ ബന്ധമായി. എന്തിൽ നിന്നെങ്കിലും വിട്ടുകിട്ടണമെന്ന് വിചാരിച്ചാൽ ബന്ധനമായി. കിഞ്ചിത് ഹൃഷ്യതി കുപ്യതി, കുറച്ചെങ്കിലും സന്തോഷിച്ചാൽ ബന്ധമായി, കുറച്ചെങ്കിലും കോപം വന്നാൽ ബന്ധമായി. ഈ ബന്ധം എന്ന് പറയുന്നത് സാപേക്ഷികമാണ്. മനസ്സിനെയും മനസ്സിൻ്റെ വികാരങ്ങളെയും മനസ്സിൻ്റെ ചാപല്യത്തെയും ആശ്രയിച്ചിരിക്കുന്ന ബന്ധം മാത്രമേ മനുഷ്യനുള്ളൂ. ആ ബന്ധനത്തെ വിട്ടുകളയാനാണ് ഈ മനസ്സിൻ്റെ സത്വമെന്തോ ആ സത്വമായ ആത്മാവിനെ കുറിച്ചുള്ള പ്രതിപാദനം. അതിനാൽ ഫലത്തിൽ എന്ത് കിട്ടി? ആഗ്രഹം 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 അതുപോലെ ദുഃഖം. എന്താണ് ഇവിടെ ദുഃഖിക്കാനുള്ളത്? ഇത്ര കാലവും നടക്കാത്തൊരു സംഭവം ലോകത്തിൽ നടക്കുമോ? ഇവിടെ കല്യാണം നടന്നിട്ടില്ലേ? കുട്ടികൾ ജനിച്ചിട്ടില്ലേ? അവർക്ക് പ്രായമായി വയസ്സുണ്ടായിട്ടില്ലേ? അവസാനം മരിച്ചിട്ടില്ലേ? അകാല മരണങ്ങളും നടന്നിട്ടില്ലേ? മനസ്സിന് അനാരോഗ്യമുണ്ടാകാറില്ലേ? അതുപോലെ ആരോഗ്യവുമുണ്ടല്ലോ. ഭഗവത്ഗീതയിൽ നിങ്ങളോട് പറയുന്നത് എന്താ? ജന്മ മൃത്യു ജരാ വ്യാധി ദുഃഖദോഷാനുദർശനം. ജന്മ മൃത്യു ജര വ്യാധി ദുഃഖ ദോഷ അനുദർശനം. നമ്മുടെ ചുറ്റുമുള്ള പ്രപഞ്ചത്തിൽ എന്തെല്ലാം നടക്കുന്നുവോ ആ നടക്കുന്നതിന് മുഴുവൻ മനസ്സിൽ നടക്കുന്നതിന് മുൻപ് തന്നെ നോക്കിക്കണ്ട് അതിനെക്കുറിച്ച് വേണ്ടത്ര മനനം ചെയ്ത് കഴിയണം. അപ്പോഴേ നമുക്ക് വൈരാഗ്യവും വിവേകവും ഉണ്ടാകൂ. അപ്പോൾ ഈ ലോകത്തിൽ നടക്കുന്ന എന്താണ് നമുക്ക് അസ്വീകാര്യം? എല്ലാം സ്വീകാര്യമാണല്ലോ. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നവരെത്രയുണ്ട്? ഏതാണ്ട് 700 കോടി ജനങ്ങളാണ്. ഇവിടെ ജനിച്ചു മരിച്ചു പോയവരോ 10,000 കോടിയാണ്. ഈ 10,000 കോടി ജനങ്ങളും ഇവിടെ മരിക്കാതെ ജീവിച്ചിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നിങ്ങൾ അങ്ങോട്ട് പറയൂ. ഈ ഭൂതലത്തിൽ നമ്മൾ പാർക്കുന്ന സ്ഥലത്ത് ഒരു ഉറുമ്പിനെ അരിക്കാൻ കൂടി സാധിക്കില്ല, അരിക്കാൻ കൂടി പറ്റില്ല. അപ്പം മരിക്കണ്ടെന്നാണോ നിങ്ങൾ പറയണത്? ഒരു 100-120 വയസ്സ് വരെ ജീവിക്കാൻ ഇച്ഛിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? അങ്ങനെ ഇച്ഛിച്ചാലും അതിലെന്തെങ്കിലും അർത്ഥവത്തായിട്ടുള്ള ഒരു ഭാഗം കാണാൻ പറ്റുമോ? അപ്പം നമ്മൾ ഈ ലോകത്തിനെ കണ്ട് പഠിക്കണം, ലോകത്തിനെ കണ്ട് തയ്യാറെടുപ്പ് വേണം നമുക്ക്. എന്തു തന്നെ വന്നാലും നമ്മുടെ സ്ഥൈര്യത്തിനെ ഇളക്കി മറിക്കുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടരുത്. അതാണ് നമുക്ക് ആവശ്യം. തദാ ബന്ധോ യഥാ ചിത്തം കിഞ്ചിത് വാഞ്ചതി ശോചതി കിഞ്ചിത് മുഞ്ചതി ഗൃഹാതി കിഞ്ചിത് ഹൃഷ്യതി കുപ്യതി. ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ചു, എന്ത്? സന്തോഷം, തൃപ്തി എന്ന് പറയുന്നത് ഒരു വികാരമാണ്, ഒരു ഭാവമാണ് എന്ന്. നമ്മുടെ ശരീരത്തിന് വികാരങ്ങളോ ഭാവങ്ങളോ പുറപ്പെടുവിക്കാൻ പറ്റുമോ? എന്താ ഒരു മിണ്ടാത്തെ? വികാരവും ഭാവവും ഉണ്ടാകുന്നത് മനസ്സിൽ നിന്നാണ്. നിങ്ങളൊരു വസ്തു ഇഷ്ടപ്പെടുന്നു, ഇഷ്ടം എവിടുന്നാണ് പുറപ്പെടുന്നത്? മനസ്സിൽ നിന്നാണ്. ഇതാ ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇത് കണ്ടപ്പോൾ വേണമെന്ന് തോന്നുന്നു നമുക്ക്. ആ തോന്നൽ മനസ്സിലുണ്ടാവുന്നതാണ്.
ആ വേണം എന്നുള്ള തോന്നലിനെ പിന്തുടരുമ്പോഴാണ് നിങ്ങൾക്ക് ആഗ്രഹം. ആ ആഗ്രഹമുള്ളപ്പോൾ ആഗ്രഹിച്ച അഭീഷ്ട വസ്തു കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നു. ആഗ്രഹിച്ചത് ആര്? മനസ്സ്. അതിനനുസരിച്ച് ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിച്ചത് ആര്? മനസ്സ്. ആ വസ്തു കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം തോന്നുന്നത് ആർക്ക്? മനസ്സിന്. അപ്പോൾ ഇവിടെ മനസ്സല്ലാതെ വല്ലതുമുണ്ടോ? എന്താ ഒരു മിണ്ടാത്ത? ഉണ്ടോ കൂട്ടരെ? ഒരു വസ്തുവിനെ കണ്ടത് നല്ലതാണെന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. അത് കിട്ടണം എന്ന ആശ തോന്നുന്നത് മനസ്സിൽ. ആ അഭീഷ്ട വസ്തുവിന് വേണ്ടി പ്രയത്നിപ്പിക്കുന്നത് കൈകാലുകളെ കൊണ്ട് മനസ്സ്. എന്നിട്ട് കിട്ടിയാൽ സന്തോഷം തോന്നുന്നത് മനസ്സിൽ. അപ്പം മനസ്സല്ലേ ഇവിടെ എല്ലാറ്റിനും പ്രമാണം. അതിൽ ഈ സന്തോഷം, തൃപ്തി എന്ന് പറയുന്നത് മനസ്സൃഷ്ടിയോ അതോ ഇന്ദ്രിയ സൃഷ്ടിയോ? എനിക്ക് ഈ കൊട്ടു സ്വതവേ വലിയ ഇഷ്ടമാണ്. ഞാനതിൽ രസിക്കുന്ന ആളാണ്. അപ്പോൾ ആശിക്കുന്നത് മനസ്സ്, അഭീഷ്ട വസ്തുവിന് വേണ്ടി പരിശ്രമിപ്പിക്കുന്നത് മനസ്സ്, പരിശ്രമത്തിൻ്റെ ഫലമായി വസ്തു ലഭിക്കുന്നത്, ആ ലഭിച്ചതിൽ തൃപ്തി തോന്നുന്നത് മനസ്സിന്. അങ്ങനെ മനസ്സല്ലാതെ ഒന്നുമില്ല. ആ മനസ്സാണ് തൃപ്തിയുടെ ഉറവിടവും താക്കോലും എന്ന് വന്നാൽ തൃപ്തിക്ക് വേണ്ടി നിങ്ങൾക്ക് മനസ്സിനെ ആശ്രയിച്ചാൽ പോരെ. നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും എന്തിനേയും അഭീഷ്ടം അതില്ലാതെ ഇരിക്കട്ടെ, അഭിലഷിക്കാതെ ഇരിക്കൂ. അഭിലഷിച്ച് കഷ്ടപ്പെട്ട് വസ്തുവുണ്ടായി സന്തോഷിക്കുന്നതിന് പകരം അഭിലഷിക്കാതെ തന്നെ ഇരുന്നൂടെ? ഒരഭിലാഷം നിറവേറിയാൽ എന്തുണ്ടാവും? ആ അഭിലാഷം അസ്തമിക്കും. എല്ലാ അഭിലാഷങ്ങളും നിറവേറിയാലോ ഒരഭിലാഷവും ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ എൻ്റെ കണക്ക് മനസ്സിലായോ? When a desire is fulfilled, you become happy and contented and the desire becomes extinct. The fulfillment of a desire means extinction of the desire. ഒരാഗ്രഹം സഫലമായാൽ അതിൻ്റെ അർത്ഥം ആ ആഗ്രഹം ഇല്ലാതെയാവുന്നു. അപ്പം എല്ലാ ആഗ്രഹങ്ങളും നിറവേറിയാൽ എന്തുണ്ടാവും? ഒരാഗ്രഹവും ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ മനസ്സിൽ നടക്കുന്നതെങ്കിൽ ഒരാഗ്രഹവുമില്ലാതെ സർവ ആഗ്രഹങ്ങളും സഫലമായ ഒരു നില കൈവരിക്കാൻ നിങ്ങൾക്ക് പരിശ്രമിക്കുന്നതല്ലേ ബുദ്ധി. മനസ്സിലായോ? മനസ്സിലായോ പറയണത്? പറയൂ. ആഗ്രഹിക്കുന്നതാണോ നമ്മുടെ ബുദ്ധിവൈഭവം? അതോ എല്ലാ ആഗ്രഹങ്ങളും നിറവേറിയാൽ എൻ്റെ മനസ്സ് എങ്ങനെ ഇരിക്കുമോ ആ നിലയ്ക്ക് വേണ്ടി പരിശ്രമിച്ച് അതിനെ നിലനിർത്തുന്നതോ? നിശ്ചയിച്ചും രണ്ടാമത് തന്നെയാണ്. അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളെയും വിട്ടിരിക്കുവപ്പാ. പര്യാപ്ത കാമസ്യ കൃതാത്മനസ്തു ഇഹൈവ സർവേ പ്രവിലീയന്തി കാമാഃ. നമ്മുടെ ഉപനിഷത്ത് ഉദ്ഘോഷിക്കുന്നതാണത്. ആത്മാവിനെ തേടിപ്പിടിച്ച് ആ ആത്മസാഫല്യം നമുക്ക് വന്നാൽ എല്ലാവിധത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ലാതെയായിത്തീരും. അപ്പം നമുക്ക് എന്താ വേണ്ടത് എന്ന് ആലോചിച്ചാൽ എനിക്ക് ഒന്നും വേണ്ട എന്നാണ് ഉത്തമമായിരിക്കുന്ന മറുപടി. ബുദ്ധിയുള്ളവൻ, വിവേകമുള്ളവൻ, വിചാരശീലൻ, തത്വമനന നൈപുണ്യമുള്ളവൻ അവൻ പറയുന്നത് എനിക്ക് ഒന്നും വേണ്ട എന്നാ. ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ ഉള്ളിലുള്ള ഉള്ളാത്മാവ് മാത്രം മതി. അങ്ങനെ വിചാരിച്ച് ഞാൻ സംതൃപ്തനായി സദാ വാഴാനാണ് പോകുന്നത്. ഇതാണ് നമുക്ക് ആവശ്യം. നാം എല്ലാവരും പറയുന്നത് എന്താ? പണം 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 എന്ന് പറയുന്നു. നമ്മുടെ ശങ്കരാചാര്യർ ശതശ്ലോകിയിൽ എഴുതിയിട്ടുള്ള ഒരു ശ്ലോകം ഞാൻ പറയാം. എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ശ്ലോകമാണിത്. കാന്താരേ വിജനേ വനേ ജനപദേ ശേതൗ നിരീതൗ ജവാ ചോരൈർവാപി തഥേതരൈർനരവരൈ യുക്തോ വിയുക്തോ വിവാ.
നിസ്വസ്വസ്ഥതയാ സുഖേന വസതി ഹ്യാദ്രീയമാണോ ജനൈഃ കൃഷ്ണാദ്യേവധനി സദാ കുലമതിഃ ഭീതശ്ച പുത്രാദപി. അദ്ദേഹം പറയാണ്, പണം നമുക്കൊരു ഉത്തമ സുഹൃത്താണോ അതോ പൊല്ലാപ്പോന്ന്? കേട്ടോളൂ. കാന്താരേ വിജനേ വനേ ജനപദേ സേതൗ നിരീതൗ ജവ. നമ്മൾ വഴി നടക്കുകയാണ്. ഏറ്റവും തന്നെ പോയാലാ ഏറ്റവും നല്ലത്. ഒരു തരത്തിലുള്ള വർഗീസും ഉണ്ടാവില്ല. കൂടെ ഒരാളുണ്ടെങ്കിൽ ആ ആളുടെ കാര്യവും കൂടി അന്വേഷിക്കേണ്ടി വരും. കാന്താരേ വിജനേ വനേ ജനപദേ. കാട്ടിലാണ്, വനാന്തരങ്ങളാണ് നടക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ അധികം ജനങ്ങളില്ലാത്ത പ്രദേശമാണ്, പട്ടണങ്ങളുടെ നടുവിൽ അങ്ങനെയാണെങ്കിൽ ശരി. ജനപദേ ധാരാളം ജനങ്ങൾ പാർക്കുന്ന സ്ഥലമാണ്. സേതൗ നിരീതൗ ജവാ ഈതിബാധകൾ ഉള്ള സ്ഥലങ്ങളാണ്, ഇല്ലാത്തതാണ്. നിരീതൗ ജവാ ചോരൈർവാവി ചോരൈർവാവി നടക്കുന്ന സമയത്ത് ആരാ കള്ളൻ ആരാ നല്ലവൻ മനസ്സിലാവില്ല. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കള്ളന്മാരുടെ കൂടെ നടക്കാം, അല്ലാത്ത നല്ല മനുഷ്യരോടുകൂടിയും നടക്കാം. യുക്തോ വിയുക്തോ വിവാ നിസ്വഹ കയ്യിൽ കാശില്ലെങ്കിൽ സ്വസ്ഥതയാ സുഖേന വസതി. ആരുടെ കൂടെ കിടക്കുമ്പോഴും കള്ളന്മാരുടെ കൂടെയാണ് വല്ലതും കെട്ടുകൊണ്ട് പോകുമെന്നുള്ള ഭയമില്ല. കണ്ണു കാണാത്തൊരു സ്ത്രീയായി ഞാൻ പരിചയപ്പെടുകയുണ്ടായി. അപ്പം അവർ പറയാണ്, നിങ്ങൾക്ക് കണ്ണു കാണാത്തത് കൊണ്ട് വല്ല വിഷമമുണ്ടോ? അലമാറയിൽ പല വിധത്തിലുള്ള വസ്ത്രങ്ങളുണ്ടാവും. ആ വസ്ത്രങ്ങൾ ഭർത്താവിന് ഏതെല്ലാം വസ്ത്രമാണ് ഏതേത് സമയത്ത് വേണം എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കുക. അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്യണമെന്നാണ് അവർ പറയും. ഒരു വിഷമവും ഇല്ലാതെ. ഞാൻ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ഇപ്പോഴൊക്കെ ഈ തീവണ്ടിയല്ല വിദ്യുത് ശക്തി വണ്ടിയാണ്, യാത്ര ചെയ്യുന്ന സമയത്ത് ബാത്റൂമിൽ പോവും. അപ്പം ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ എൻ്റെ കയ്യിലുള്ള ബാഗ് ആരായാലും അടുത്ത ആളുടെ കയ്യിലാണ് കൊടുത്തിട്ട് പോകും. ഞാൻ പോയി വരുന്നവരെ ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമെന്ന്. ഞാൻ പോവും, തിരിച്ചു വന്ന് ആ ബാഗ് മേടിക്കും. അതിലുള്ള ഒരു സാധനവും ഒരിക്കലും എനിക്ക് കുറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അവരുടെ ആന്ധ്യത്തിനുള്ള ഒരു അനുഗ്രഹമാണത്. നമുക്കങ്ങനെ കൊടുക്കാൻ തോന്നില്ല, മേടിക്കുന്ന ആൾ തിരിച്ചേൽപ്പിക്കില്ല. ശരി, അവരുടെ വിശേഷമാണ്, നിങ്ങൾ ആലോചിച്ചോളൂ. നമുക്കിങ്ങനെയുള്ള വികലതകൾ വരരുത്. വന്നു കഴിഞ്ഞാൽ അതിനെ ധന്യമാക്കി തീർക്കാനുള്ള മനസ്ഥിതി നമുക്ക് വേണം. എന്തെങ്കിലും ഒന്ന് വന്നു പെട്ടാൽ പെട്ടു 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 എന്ന് വിചാരിച്ച് പുലമ്പരുത്, അനുശോചിക്കരുത്. സഹജമായി അതിനെ ജീവിതത്തിലെടുക്കണം. അപ്പം ഇവിടെ പറയാണ്, നിസ്വസ്വസ്ഥതയാ സുഖേന വസതി. ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരോട് കൂടി നടക്കുന്ന സമയത്തും അവരുടെ കൂടെ എനിക്ക് യാത്രാമധ്യത്തിൽ കിടക്കാം, ഒരു തരത്തിലുള്ള പേടിയുമില്ല. സുഖേന വസതി, പരമസുഖമായി ജീവിക്കുന്നു. ഹ്യാദ്രീയമാണോ ജനൈഃ, കയ്യിലുള്ള ധനമല്ല, അതുകൂടാതെ നിങ്ങൾക്ക് നല്ല പോലെ സംസാരിക്കാം. താത്വികമായിട്ടുള്ള പ്രഭാഷണങ്ങളോ കാര്യങ്ങളോ നടത്താമെന്നുണ്ടെങ്കിലോ എല്ലാവർക്കും വലിയ ഇഷ്ടമുണ്ടായി. നേരെ മറിച്ച് നിങ്ങളുടെ പണം കയ്യിലുണ്ട് എന്ന് തോന്നിയാലോ അതെങ്ങനെയാ തട്ടിയെടുക്കാമെന്നാ ബാക്കിയുള്ളവർ വിചാരിക്കുക. ഇതങ്ങനെയല്ല. ഹ്യാദ്രീയമാണോ ജനൈഃ കൃഷ്ണാദ്യേവധനി. പണമില്ലാത്തവൻ ഇങ്ങനെ സ്വസ്ഥമായി സുഖമായി ജനങ്ങളാൽ ആദരിക്കപ്പെട്ട് കഴിയവേ നിസ്വഹ കൃഷ്ണാദ്യേവധനി. പണക്കിഴി കയ്യിലുള്ളവനോ സദാകുലമതി. എപ്പോൾ നോക്കിയാലും മനസ്സിന് അലട്ട് തന്നെ അലട്ട് തന്നെ അലട്ട് തന്നെ. ഒരാളൊരു കോട്ട് പഴയ കാലത്താണ്, ഇപ്പോഴല്ല, പഴയ കാലത്തൊരു കോട്ട് കടം കൊടുത്തു അത്രേ. എല്ലാവരുടെ കയ്യിലും കോട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് നല്ലൊരു കോട്ടുണ്ട്. അപ്പോൾ ഒരു സ്നേഹിതൻ കടം ചോദിച്ചപ്പോൾ കയ്യിൽ കോട്ടില്ല, തരാൻ പറഞ്ഞപ്പോൾ കൊടുത്തിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അത് നല്ല കോട്ടാ, അതിന് മുഷിപ്പൊന്നും വരണത് ഇങ്ങോർക്ക് ഇഷ്ടമല്ല. അപ്പോൾ കോട്ട് കൊടുത്തിട്ട് അതിൻ്റെ പിന്നാലെ പോയി അത്രേ. അങ്ങോട്ട് ആ കോട്ടിട്ട് നടക്കുമ്പോൾ അത് അവിടെ തട്ടുന്നു ഇവിടെ തട്ടുന്നു, ഇവിടെ ചുളി വന്നു, സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് എപ്പോൾ നോക്കിയാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നാലെ കൂടിയത്രേ.
ആ മനുഷ്യൻ ഇത് ധരിക്കുകയല്ല എന്നല്ല, ഇതാ എടുത്തോളൂ എന്ന് പറഞ്ഞ് മടക്കി കൊടുത്തു. അതുപോലെയാണ് നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ. കൃഷ്ണാത്യേവധനീ, ധനം കയ്യിലുള്ളവൻ ക്ലേശിക്കന്നെ ചെയ്യണത്. സദാകുലമതി, എപ്പോൾ നോക്കിയാലും മനസ്സ് ആകുലമാണ്, ആകുലമാണ്, ആകുലമാണ്. ഭീതശ്ച പുത്രാദപി, തൻ്റെ മകനെ പോലും പേടിക്കേണ്ടി വരും. ഈ പണക്കാരുടെ മക്കളൊക്കെ അച്ഛനും അമ്മയും നല്ല ബന്ധമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഡൽഹിയിൽ നമ്മുടെ ഒരു ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം ശരീരത്തിൽ ധരിക്കാനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. ആ പ്രോഡക്ട്സൊക്കെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു, കയറ്റുമതി കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന് ഒരു തവണ എന്നെ ഫാക്ടറിക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ആ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നല്ലപോലെ നോക്കി കണ്ടു. അങ്ങനെ ഇരുന്നുകൊണ്ടിരുന്നു. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കയ്യിൽ നിന്ന് പോയി. ഞാൻ വിളിച്ചു ചോദിച്ചു, എന്തായിരുന്നു? നിങ്ങൾക്ക് കേൾക്കണല്ലോ ഞാൻ പറയണത്? മൈ സൺ ഹാസ് ഓവർടേക്കൺ മീ. മകൻ അദ്ദേഹത്തിനെ ഓവർടേക്ക് ചെയ്തു അത്രേ. അപ്പോൾ ഒരു ഫാക്ടറി കെട്ടിപ്പടുത്തത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ്. വിദേശത്തിലേക്കാണ് സാധനങ്ങളൊക്കെ കയറ്റി അയക്കുന്നത്. അങ്ങനെ ഒരു ഫാക്ടറി ഇന്ത്യയിൽ ഉണ്ടാക്കി അതിനെ വളരെ ഭംഗിയായി വളർത്തി കൊണ്ടുവരാൻ എളുപ്പമുള്ള കാര്യമല്ല. സ്വന്തം മകൻ, തൻ്റെ അരക്കെട്ടിൽ നിന്ന് ജനിച്ച കുട്ടിക്ക് അവകാശം പറയാനുള്ള ധൈര്യമുണ്ടാവും. അവസാനം അച്ഛനെ പുറത്താക്കി മകൻ്റെ ആധിപത്യമായി. ഇങ്ങനെയൊന്നും സാധാരണ നമ്മളുടെ ഇടയിൽ നമ്മൾ കേൾക്കാറില്ല. മറിച്ച് മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ ചക്രവർത്തിമാരായി വാണുകൊണ്ടിരുന്ന പലരും പെട്ടെന്ന് അങ്ങോട്ട് അസ്തമിക്കുന്നതൊക്കെ നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു കാര്യം കേൾക്കാറില്ല. എന്നാൽ ഇതും ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കിക്കോളും. 1250 1300 വർഷങ്ങൾ മുൻപാണ് ശങ്കരാചാര്യൻ ഈ പദ്യം എഴുതിയിട്ടുള്ളത്. അന്നും അദ്ദേഹം എഴുതി വച്ചത് എത്ര അർത്ഥവത്താണെന്ന് ഇന്ന് ആധുനിക ചരിത്രം നമ്മളോട് വിളിച്ചു പറയുന്നു. കൃഷ്ണാത്യേവധനി സദാകുലമതിർ ഭീതശ്ച പുത്രാദപി. മകനെ പോലും പേടിച്ചു കഴിയേണ്ടതാണ്. എൻ്റെ കൂട്ടരെ, നിങ്ങൾക്കൊരു സാധനവും വേണ്ട എന്ന് പറഞ്ഞാൽ ഉള്ളതൊക്കെ പോകുന്ന അർത്ഥമാണോ? അല്ല, കൂടുതൽ സാധനം കയ്യിൽ വരും. മനുഷ്യർക്ക് എപ്പോഴും ഒരു തകരാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ എത്രയുണ്ടെങ്കിലും ഒരു വയറിനേറെ നമുക്ക് ഊണ് കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു കട്ടിലിനേറെ 2 കട്ടിലിൽ കിടക്കാൻ പറ്റുമോ ഒരേ സമയം? പറ്റില്ല. എത്ര കാറിൽ സഞ്ചരിക്കാം? ഒന്ന് പറയൂ നിങ്ങൾ. എത്ര ശരീരത്തിൽ വസ്ത്രം ധരിക്കാൻ നമുക്ക് സാധിക്കും? അപ്പം നമുക്കുള്ള ആവശ്യങ്ങൾ എപ്പോഴും പരിമിതങ്ങളാണ്. ഇഷ്ടം പോലെ ജീവിച്ചോളൂ. നിങ്ങളുടെ അന്തസ്സിനും സ്ഥാനമാനങ്ങൾക്കും അനുസരിച്ച് ജീവിതശൈലി ആയിക്കോട്ടെ, വിരോധമില്ല. എന്നാലും അമിതമായിട്ടുള്ളത് എന്തിനാ? അപ്പോൾ പണം കയ്യിൽ കൂടുന്തോറും നിങ്ങൾ വളർത്തിയെടുക്കേണ്ട ഒരു ശീലം എന്താ? ബാക്കിയുള്ളവർക്ക് കൊടുക്കുക. രക്തബന്ധത്തിലും വിവാഹബന്ധത്തിലും പെട്ടവർക്ക് എന്തെങ്കിലും അല്പാൽപ്പം സഹായങ്ങൾ വേണമെങ്കിൽ നിർലോഭം നിങ്ങൾ കൊടുക്കാൻ പഠിക്കണം. അതിന് ഭാര്യ തടസ്സം നിൽക്കരുത്. ഭാര്യയ്ക്ക് കൊടുക്കണമെന്ന് തോന്നിയാൽ ഭർത്താവും തടസ്സം നിൽക്കരുത്. മറ്റുള്ളവർക്ക് കൊടുക്കുന്നവൻ എനിക്കും തന്നോളും എന്നുള്ള വിചാരമാകണം നമ്മെ നയിക്കുന്നത്. കൊടുക്കുക എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? കൂടുതൽ കിട്ടുക എന്നാണ്. കയ്യിലുണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൊടുക്കുന്നവൻ്റെ കയ്യ് എപ്പോഴും പുഷ്ടമായിരിക്കും. ആർക്കും കൊടുക്കാൻ തോന്നാറില്ല. അപ്പോൾ ആരെങ്കിലും കൊടുക്കണു, ദാനശീലരാണെന്ന് കണ്ടാൽ ഈശ്വരൻ സ്വയം അവരുടെ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹിക്കാൻ നോക്കും എന്നതാണ് പ്രമാണം. ഇത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. ഇന്നാൾ ഞാൻ പറഞ്ഞു, കന്ധാമിവ ശ്രീമപി കുത്സയന്തഹാന്ന്. കീറച്ചാക്ക് പോലെ മഹാലക്ഷ്മിയെ ചവിട്ടിത്തള്ളണം എന്ന് പറഞ്ഞില്ലേ? ഇതിനൊക്കെ വലിയ അർത്ഥമാണ്. നിങ്ങൾക്ക് 10 കിട്ടിയാൽ അതിന്ന് 1 പൈസയെങ്കിലും കൊടുക്കൂ. 100 കിട്ടിയാൽ 10 കൊടുക്കൂ. 1000 കിട്ടിയാൽ 100 കൊടുക്കും. 10,000 കിട്ടിയാൽ 1000 കൊടുക്കൂ. കയ്യിൽ 1,00,000 ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തു വേണം? അതിൻ്റെ 10-1 കൊടുക്കണം. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് സാധനങ്ങളും സാമഗ്രികളും വാങ്ങുമ്പോൾ നമ്മുടെ തോതനുസരിച്ച് വാങ്ങുന്നതുമാതിരി നിങ്ങൾ ഓരോ സന്ദർഭത്തിലും സഹായഹസ്തം നീട്ടുന്ന സമയത്തും നിങ്ങളുടെ തോതിനനുസരിച്ച് വേണം അത് ചെയ്യാൻ. അതിൽ വഞ്ചന പാടില്ല.
You cannot be disproportionate in the matter of giving. Understand it very clearly. ഈ കൊടുക്കണത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മുടെ ഗുജറാത്തിൽ ഒരു സമ്പ്രദായമുണ്ടെന്ന് ഞാൻ ധരിച്ചിട്ടുണ്ട്. അവിടുത്തെ വ്യവസായികളെല്ലാവരും ലാഭമുണ്ടാക്കുന്നവരാ, മിടുക്കന്മാരാ. കച്ചവടക്കാരിൽ വെച്ച് ഏറ്റവും നിപുണന്മാരാണ് ഗുജറാത്തുകാർ. അവർക്കുള്ളൊരു പഠിപ്പെന്താന്ന് വെച്ചാൽ, എത്ര ലാഭം കിട്ടിയോ അതിനെ 4 പങ്ക് വയ്ക്കും. ആ 4 പങ്കിൽ 1 പങ്ക് ആദ്യമായി അവർ കൊടുക്കുന്നത് സന്യാസാശ്രമങ്ങൾക്കാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾക്ക്. ഒരു ഭാഗത്ത് മിണ്ടാത്ത ഈശ്വരൻ, പിന്നെ ഒരു സ്ഥലത്ത് മിണ്ടുന്ന ഈശ്വരന്മാർ. ആ മിണ്ടുന്ന ഈശ്വരനുള്ള ആശ്രമങ്ങൾക്കാണ് വിശപ്പും ദാഹവും, ഉടുക്കാൻ തുണിയും വസ്ത്രവും ഒക്കെ വേണ്ടത്. അവിടെയാണ് ജനങ്ങൾ വന്നു പോകുക. കുറേ ദിവസം താമസിക്കും. അവരെ എല്ലാവരെയും നോക്കണം, അവരെ പരിരക്ഷിക്കണം, എല്ലാം ചെയ്യണം. അങ്ങനെ ഒരു ആശ്രമം സമ്പന്നമായി നടക്കണമെങ്കിൽ അവർക്ക് വിഭവങ്ങൾ വേണ്ടി വരും. അവർ മണത്തറിഞ്ഞ് ആശ്രമങ്ങളെ പോയി കണ്ട് അവർക്ക് വേണ്ട ഉപഹാരങ്ങൾ നൽകാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രങ്ങൾക്കാണ് പിന്നെ കൊടുക്കേണ്ടത്. പലരും അവിടെ വന്ന് പ്രാർത്ഥിക്കും, പ്രദക്ഷിണം വയ്ക്കും, മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം ഇറക്കും. അത് കഴിഞ്ഞ് സമാധാനത്തിന് വേണ്ടി കണ്ണടച്ച് നിൽക്കുകയാണ്. അവിടെ കള്ളനും വരും, മുള്ളനും വരും, രാജാവും വരും, ജോലിക്കാരും വരും, എല്ലാവരും വരും. ആര് വരണമെന്ന് നമ്മൾ അന്വേഷിക്കണ്ട. എല്ലാവർക്കും വേണം മനസ്സമാധാനം. വയറ്റിനും ശരീരത്തിനും വിശപ്പും ദാഹവും പോലെയാണ് മനസ്സിന് സമാധാനവും സന്തോഷവും. എത്ര നല്ല വീട് കെട്ടി നിങ്ങൾ താമസിച്ചാലും അല്ലലും അലട്ടും ഒഴിവാക്കാൻ സാധിക്കില്ല. ആ അല്ലലും അലട്ടും പോകണമെങ്കിൽ വീട്ടിൻ്റെ അന്തരീക്ഷം അതിന് പര്യാപ്തമല്ല. അതാണ് നമ്മൾ ക്ഷേത്രാന്തരീക്ഷത്തിലേക്ക് പോകുന്നത്. അതൊരാവശ്യമാണ്. അങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിക്കാനോ ആ ക്ഷേത്രത്തിലെ അടിയന്തരങ്ങളെല്ലാം വേണ്ടതുപോലെ നടത്താനോ എല്ലാം തന്നെ ചെലവുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങൾ അനാഥമായി ഇവിടെ ഭൂപരിഷ്കരണം വന്നതോടുകൂടി ആ ക്ഷേത്രങ്ങളെയൊക്കെ വേണ്ടതുപോലെ പുനരുജ്ജീവിപ്പിച്ച് അവിടുത്തെ നിത്യനിദാനങ്ങൾക്ക് കഷ്ടം വരാതെ പോകേണ്ട ചുമതല നമുക്കാണ്, ഇന്നത്തെ ജനസമുദായത്തിനാണ്. അപ്പം അതിനും കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് സാമൂഹ്യ കാര്യങ്ങൾ. സമൂഹത്തിന് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഹോസ്പിറ്റൽ സംവിധാനങ്ങളോ വേറെ എന്ത് തന്നെ ബഹുജനങ്ങൾ ഉപയോഗിക്കുന്നത് എന്തായാലും അത് വേണ്ടതുപോലെ വളർത്തിയെടുക്കേണ്ട ചുമതല നമ്മുടെ സമാജത്തിലുണ്ട്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പണമൊക്കെ എങ്ങനെയാ? ഇവിടെയുള്ള ജനങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതിൻ്റെ ഒരു വിഹിതമാണ് നമ്മൾ സർക്കാരിന് കൊടുക്കുന്നത്. അത് അവർ നിയമപ്രകാരം വസൂൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ് സമ്പാദിക്കുന്നില്ല, അവർ സമ്പാദിക്കാൻ പാടില്ലതാനും. സമ്പാദിക്കാനുള്ള സൗകര്യങ്ങളെ അവരുണ്ടാക്കി കൊടുക്കാവൂ. വ്യക്തികൾക്ക് വേണ്ട സ്വാതന്ത്ര്യം, കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാനുള്ള പരിരക്ഷണങ്ങൾ, സൗകര്യങ്ങൾ, ഫാക്ടറികൾ സ്ഥാപിക്കണമെങ്കിൽ അതിനു വേണ്ട സൗകര്യങ്ങൾ, ലൈസൻസ് ബുദ്ധിമുട്ടില്ലാതെ കൊടുക്കുക, ആവശ്യം കാര്യങ്ങൾ നടത്താനുള്ള ക്രമങ്ങൾ വേണം. ആ ക്രമങ്ങൾ അനുസരിച്ച് നടത്തിക്കണം. ഇതൊക്കെയാണ് സർക്കാരിന്. സർക്കാർ കച്ചവടം ചെയ്യാനുള്ളവരല്ല, അവർ ഭരിക്കാനുള്ളവരാണ്. എന്തെല്ലാം ഭരിക്കാനുണ്ടോ അത് ഭരിച്ചോട്ടെ, കച്ചവടവും കൃഷിയൊന്നും അവർ നടത്തരുത്. അപ്പം അത് നടത്തിക്കാനുള്ള അന്തരീക്ഷം നമ്മൾ പ്രദാനം ചെയ്യണം. അങ്ങനെ പ്രദാനം ചെയ്തതിന് ഇതിനൊക്കെ അവർ ഉപയോഗിക്കുന്ന കാശ് എന്താ? നമ്മുടെ മനുഷ്യർ കഷ്ടപ്പെട്ട് വിൽപ്പന നികുതിയും ആദായ നികുതിയും മറ്റ് നികുതികളുമായി നമ്മൾ കൊടുക്കുന്നതാണ് GST മൂലം. പക്ഷേ അതവർ വസൂൽ ചെയ്യണോ നിയമപ്രകാരമേ ഉള്ളൂ. ആ വസൂൽ അവർ നടത്തിക്കോട്ടെ. മനുഷ്യൻ്റെ സമ്പാദ്യത്തിൽ നിന്നാണ് സർക്കാരിൻ്റെ വരുമാനം എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ ദാനം കൊടുക്കുന്നതാണ് സർക്കാരിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു ദാനമില്ലാതെ ഒരു സർക്കാരിലും നിലനിൽക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ സമ്പാദിക്കുന്നത് പോലെ അനുഭവിക്കുന്നത് പോലെ കൊടുക്കുക എന്നുള്ളൊരു വിചാരം നിങ്ങളിലും നിങ്ങളുടെ കുട്ടികളിലും നിങ്ങൾ വളർത്തിയെടുക്കണം. ഞാൻ പറയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളോട് അവരുടെ സ്നേഹിതന്മാരെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറയുക. എന്നാൽ അവരുടെ സ്നേഹിതന്മാർ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ വേണ്ടതുപോലെ നോക്കി സംസാരിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അതിൽ ഈ കുട്ടികൾക്കൊരു സമ്പ്രദായം ഒന്ന് പഠിപ്പിക്കുക. അവർ ചിലപ്പോൾ അവർ വന്നാൽ നമ്മൾ കിടക്കുന്ന സ്ഥലം മാറി അവരെ കിടക്കാൻ അനുവദിക്കേണ്ടി വരും.
നമ്മുടെ സ്ഥലം കുറച്ച് അവർക്ക് കൊടുക്കേണ്ടി വരും. ഒരു കട്ടിലേ ഉള്ളൂ ഒരു കുട്ടിക്ക് കിടക്കാമെന്ന് പറഞ്ഞാൽ സ്നേഹിതൻ വന്നാൽ എന്ത് ചെയ്യും? ഒന്നിലോ ഒരു കട്ടിലിൽ 2 കുട്ടി കിടക്കുക, അല്ലെങ്കിൽ വന്ന ആളെ കട്ടിലിൽ കിടത്തി ഈ കുട്ടി നിലത്ത് കിടക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ പഠിപ്പിക്കണം. പഴയ കാലത്ത് ഗുരുജനവാസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം? ആ വിദ്യാഭ്യാസം കഴിയുന്നതോടുകൂടി ആ കുട്ടിക്ക് കുടുംബജീവിതം നയിക്കാൻ പോകുമ്പോൾ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം പഠിപ്പിച്ച് ഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതേമാതിരി ഒരു പഠിപ്പല്ല ഇന്ന്. കന്നാലികളെ മേയ്ക്കുന്നത് മാതിരി കാലത്ത് 9-9:30 മണിക്ക് കുട്ടികൾ വിദ്യാലയത്തിൽ കിടക്കും, വൈകുന്നേരം 4 പുറത്തു വരും. കൂട്ടായിട്ടുള്ള ഒരു പഠിപ്പ് അത്രയേ ഉള്ളൂ. പഠിപ്പിക്കുന്ന ഗുരുനാഥനും പഠിക്കുന്ന ശിഷ്യന്മാരും തമ്മിൽ ഇഴുകിച്ചേർന്ന ഒരു ബന്ധം നമുക്കില്ല, ഉണ്ടാവാറുമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കുട്ടികളെ ദാനശീലം പഠിപ്പിക്കണം. നിനക്ക് കയ്യിലുള്ളതിൻ്റെ ഒരു പങ്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്ക മോനെ, കൊടുത്ത് പഠിപ്പിക്കുക എന്നൊക്കെ നിങ്ങൾ ചെയ്യണം. അങ്ങനെ കൊടുക്കുന്നത് ശീലമായിട്ടുള്ള ഒരാൾ ധന്യനാണ്. കൊടുത്താലേ നമ്മുടെ കയ്യിലുള്ള മുതൽ ശുദ്ധമാവുള്ളൂ എന്ന് ഭാഗവതത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ, കയ്യിലുള്ളത് കൊടുക്കാൻ തുടങ്ങിയ, ഈ കൊടുക്കാൻ കയ്യിലുണ്ടെങ്കിലല്ലേ കൊടുക്കുള്ളൂ. ഒന്നുമില്ലാത്തവന് കൊടുക്കാൻ പറ്റില്ലല്ലോ. കൊടുക്കാൻ തുടങ്ങിയ തന്നെ കയ്യിലുള്ള ധനം വർദ്ധിച്ചു വരും. നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കൂ. ഒരു കൊടുക്ക ശീലമാകട്ടെ നിങ്ങൾക്ക്. കൊടുക്കണമെങ്കിൽ കിട്ടണമല്ലോ. അപ്പോൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കിട്ടുക എന്നാണ് അർത്ഥം. അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെരി വെരി ക്ലിയർലി. One will not be able to give unless he has enough in his hand. So if you begin to give, and the giving has to be encouraged, pursued with greater and greater degree, it is necessary that you have more and more and more. Therefore, to give means to have more. ഇത് കണക്കാണിത്. 1, 2, 3 എന്ന് പറയുന്ന മാതിരിയുള്ള കണക്കാണ്. പക്ഷേ അപൂർവമായിട്ടേ ജനങ്ങൾക്ക് കൊടുക്കാൻ തോന്നുള്ളൂ. ഒരു ഗ്രാമപ്രദേശത്ത് ചെന്നോളൂ, അവിടെ ചോദിച്ചാൽ അറിയാം ഇവിടെ ആരാ ഒരു ദാനശീലൻ അല്ലെങ്കിൽ ഒരു ധന്യാത്മാവ്. എല്ലാവരും ഇല്ല, അതാ ഒരു വീടുണ്ട്, അത് മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഞാനൊരു ഗ്രാമത്തിൽ വളർന്നവനാണല്ലോ, എനിക്ക് ഗ്രാമജീവിതമൊക്കെ നല്ലപോലെ അറിയാം. കാട്ടുനായരിയുടെ ജീവിതം മുതൽക്ക് അങ്ങേ അറ്റത്തുള്ള പണക്കാരുടെയും ബ്രാഹ്മണ ശ്രേഷ്ഠരുടെയും ജീവിതം വരെ എല്ലാം കണ്ടും കേട്ടും ഇടപെട്ടും സമ്പർക്കം നടത്തിയും പരിചയിച്ചിട്ടുള്ള ആളാണ് ഈ സ്വാമി. അപ്പോൾ നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. അൺലെസ് യു ഡെവലപ്പ് ദ പ്രാക്ടീസ് ഓഫ് ഗിവിങ്, you will not become culturally great. You will not be a man worth mentioning and following by others. അത്ര വിശേഷപ്പെട്ട ഒരു സ്ഥിതിയാണ്. നമ്മളിങ്ങനെ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടല്ലോ. നമുക്ക് എന്താ വേണ്ടത്? ജീവിതാവശ്യങ്ങൾ വേണം. ആ ജീവിതാവശ്യങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗം ശ്രീമദ് ഭാഗവതം പ്രഹ്ലാദൻ്റെ മുഖത്തിലൂടെ നമുക്ക് പറയാണ്. പറഞ്ഞത് കുട്ടിയാണ്, പക്ഷെ ഇവിടെ ഈ സദസ്സിൽ ഒരൊറ്റ കുട്ടി പോലും ഉണ്ടാവില്ല 7 വയസ്സായിട്ട്. 7 വയസ്സായ കുട്ടി പറഞ്ഞാലും 70 വയസ്സുള്ളവൻ പറഞ്ഞാലും 35 വയസ്സുള്ളവൻ പറഞ്ഞാലും കേൾക്കുന്നവരൊക്കെ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരാണ്. അപ്പം ആര് പറഞ്ഞു എന്നുള്ളതല്ല ചോദ്യം, ആരുടെ മുഖത്തിലൂടെ പറഞ്ഞാൽ ശ്രോതാക്കൾക്ക് താല്പര്യവും രസവും താദാത്മ്യവും ഉണ്ടാകുമോ, അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തുഷ്ടേച തത്ര കിമലഭ്യമനന്താദ്യേ കിം തൈർഗുണവ്യതികരാദിഹ യേ സ്വസിദ്ധാഃ ധർമാദയഃ കിമഗുണേന ച കാംക്ഷിതേന സാരഞ്ജുഷാം ചരണയോരുപഗായതാം നഃ. ശ്രീമദ് ഭാഗവതം ഒരു ഭക്തിഗ്രന്ഥമാണല്ലോ. ഭക്തിഗ്രന്ഥമാണെങ്കിലും അതിൽ ജ്ഞാനവും വൈരാഗ്യവും വേണ്ടത്ര പ്രതിപാദിച്ചിട്ടുണ്ട്. ഭക്തിയുടെ വളർച്ച തന്നെ ജ്ഞാനഹസ്തങ്ങളിലാണ്. അതിൻ്റെ സാഫല്യം വിവേകത്തിലൂടെയും തിരിച്ചറിവിലൂടെയും മാത്രമാണ്. തുഷ്ടേച തത്ര കിമലഭ്യം അനന്താദ്യേ. ഈ ഒരൊറ്റ വരി ഞാൻ നമ്മുടെ അടുത്തുള്ളവരെയൊക്കെ പഠിപ്പിക്കാറുണ്ട്. ഈ ഒരൊറ്റ വരി, തുഷ്ടേച തത്ര കിമലഭ്യം അനന്താദ്യേ. അനന്തനും
ആദിസത്തയുമായിരിക്കുന്ന ആ പരമേശ്വരൻ, പരമകല്യാണനിധിയായിരിക്കുന്ന ശ്രീഹരി തുഷ്ടനായെങ്കിൽ, അദ്ദേഹം സന്തോഷിച്ചാൽ, കിമലഭ്യമനന്താദ്യേ, ഈ ലോകത്തിൽ ലഭ്യമല്ലാത്തത് എന്താണ്? എന്താണ് ഇവിടെ അലഭ്യം? ഈ ലോകം മുഴുവനും ഉണ്ടായത് എവിടുന്ന? ആരാണതിൻ്റെ പിന്നിൽ? ഇവിടെയുള്ള പണക്കാർ മുഴുവൻ ഈ ഭൂമിയിൽ കൃഷി ചെയ്തും ഭൗമവസ്തുക്കൾ സംസ്കരിച്ചുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വിറ്റും കാശുണ്ടാക്കിയവരല്ലേ ഈ ലോകത്തിലുള്ളൂ. ഞാൻ എപ്പോഴും പറയും, ഒരൽനക്കി പട്ടിയുടെ ചെറുനക്കി പട്ടികളാണ് ഈ ധനികന്മാർ മുഴുവനും. അവരാരും വിചാരിക്കരുത് സ്വന്തമായിട്ട് എന്തെങ്കിലും സമ്പാദിച്ചു എന്ന്. ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഭൗമവസ്തുക്കളെ സംസ്കരിച്ച് നമ്മളെടുത്തു. നമ്മൾ കൈകാര്യം ചെയ്യുന്ന കറൻസി നോട്ടെടുക്കൂ. ആ നോട്ടിലുള്ള കടലാസ് ആരുണ്ടാക്കിയതാ? എങ്ങനെയാണ് സാധിച്ചത്? അതിലടിച്ചിട്ടുള്ള മഷി എവിടുന്ന് വന്നു? അതിൻ്റെ അച്ചുകൂടം എവിടുന്നുണ്ടായി? ഇതൊക്കെ ഭൗമവസ്തുക്കളാണ്. ഈ ഭൂമി അത്രയ്ക്ക് വലിയ സമ്പന്നമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഭൂമിയെയും ജലത്തെയും കാറ്റിനെയും അഗ്നിയെയും ആകാശത്തെയും സൃഷ്ടിച്ചിട്ടുള്ള ആ സൃഷ്ടികർത്താവുണ്ടല്ലോ, അനന്താദ്യേ തുഷ്ടയെ, അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ചു. സന്തോഷിക്കാൻ എന്തു വേണം? ആഗ്രഹമില്ലാത്തൊരു മനസ്സ് വേണം. ആ മനസ്സുകൊണ്ട് അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ചു എന്നുണ്ടെങ്കിൽ കിമലഭ്യം, ഇവിടെ ലഭിക്കാത്തത് എന്താ? നിങ്ങൾ ആരും പിച്ചയാവരുതേ. ഈശ്വരൻ സന്തോഷിച്ചാൽ അതാണ് വാസ്തവത്തിൽ നിങ്ങളുടെ ധന്യത. അതാണ് ധനമതാണ്, സമ്പത്തതാണ്, വൈഭവമതാണ്. ഭഗവാനെ സന്തോഷിപ്പിക്കുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സ് ഈശ്വരനിൽ ആശ്രയിച്ചിരിക്കട്ടെ. അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ നോക്കൂ. ബാക്കിയുള്ളതൊക്കെ തന്നെ വന്നോളും. ബൈബിളിലൊരു വാക്കുണ്ട്, ഞാൻ സാധാരണ കോട്ട് ചെയ്യാറില്ല. സീക്ക് ye first the kingdom of God and his righteousness, then all these things shall be added unto you. ആദ്യമായിട്ട് ദൈവം പ്രതിനിധാനം ചെയ്യുന്ന ആ നല്ല നല്ല കാര്യങ്ങളെ നിങ്ങൾ ആശ്രയിച്ച് കൈക്കലാക്കൂ, സ്വാംശീകരിക്കൂ. അപ്പോൾ ഈ കാണുന്നത് മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വന്നു ചേരും. ഈശ്വരനോടുള്ള ഭക്തി, ഈശ്വരനെ ആശ്രയിക്കുക, ഒന്നും വേണമെന്ന് വിചാരിക്കാതെ ഇരിക്കുക. ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നും വേണ്ട, ലോകമേ നിന്നിൽ നിന്ന് ഒന്നും എനിക്ക് ആവശ്യമില്ല എന്ന് തുറന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളാണ് ധനാഢ്യന്മാരിൽ അഗ്രഗണ്യൻ. ആ ആളെയാണ് ഈശ്വരൻ അന്വേഷിച്ച് പിടിച്ചു വന്ന് വേണ്ട സൗകര്യങ്ങളെല്ലാം കൊടുത്ത് അനുഗ്രഹിക്കുക. ഞാൻ ഇത് നാളെ കൂടുതൽ പറയാം. ഇന്നിപ്പോൾ കുറച്ച് കവിഞ്ഞ് സംസാരിക്കേണ്ടി വന്നു ആ ശബ്ദമുള്ളത് കൊണ്ട്. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പദം വികലനം കലനാവിഹീനം, സംവിത്പദം നിരുപമം കലനാവിഹീനം, അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം, തദ്ദൈവമേവ മമ സർവം അഹം തദേവ. ഹരി ഹരി ഹരി. സമാപന ഓങ്കാരം എല്ലാവരും കൂടി ജപിക്കുക. അതിന് വേണ്ട ആസനം വേണ്ടതുപോലെ ഇരുന്ന്. ഓ ഹരി ഓം തത്സ. ജയ ഗുരു, ജയ ഗുരു.